ഹലോ ഗൈസ്. ഇപ്പം സമയം ഏകദേശം 2:24 AM രാവിലെ. കൊച്ചു ചെറുക്കൻ എനിക്കത് നല്ല പണിയാണ് ഈ രാത്രി സമയങ്ങളിൽ ഇപ്പം തരുന്നത് കേട്ടോ. അവൻ എണീക്കും. ഇന്നൊരു 1:30 എണീറ്റ് ഞാൻ പാല് കൊടുത്തിട്ട് കിടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഉറങ്ങി ആൾ. മടിയിലിരുന്ന് പാല് കൊടുത്തിട്ട് ഞാൻ ഉറക്കിയിട്ടുണ്ട്. ഇനി എണീക്കുമെന്ന് എനിക്കറിയത്തില്ല. ഈയിടെയായിട്ട് കൊച്ചുചെറുക്കൻ വന്നതിന് ശേഷമുള്ള എൻ്റെ രാത്രികളൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാൻ പതിയെ അവനെ അങ്ങ് കിടത്തി കഴിഞ്ഞപ്പോൾ 2:30 ആയില്ലേ, ഇനി അവനെ വെച്ച ഡയപ്പർ മാറ്റാൻ സമയമായിട്ടുണ്ട്. അപ്പം പതിയെ കിടത്തിയിട്ട് ഞാൻ ഫുൾ കവർ ചെയ്യുന്ന ഉടുപ്പായിരുന്നു ഇന്ന് ഇട്ട് കൊടുത്തിരുന്നു രാത്രി. കാരണം ഇവിടെ ചെറിയ മഴയും കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. കൊച്ചുചെറുക്കനാണെങ്കിൽ ഒട്ടും തണുപ്പ് പറ്റത്തില്ല. അത് കാരണം ഞാനത്തെ ഡയപ്പറൊക്കെ അങ്ങ് മാറ്റും. നേരത്തെ വെച്ചതല്ലേ, ആ ഡയപ്പർ അങ്ങ് മാറ്റാൻ നോക്കും. അവൻ്റെ ഡയപ്പർ മാറ്റുന്ന ഒരു ഫേസ് എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഡയപ്പറിൽ അത്യാവശ്യം അപ്പിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് വൈപ്സ് വെച്ച് ക്ലീൻ ചെയ്യുകയാണ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. വൈപ്സ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്തത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വൈപ്സ് വെച്ച് ഞാനത് ക്ലീൻ ചെയ്ത്, പിന്നെ പാമ്പേഴ്സിൻ്റെ ഡയപ്പറാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത് കേട്ടോ. നടുവേദന കലശലായിട്ട് തന്നെ ഉണ്ട്. നിന്നുകൊണ്ട് കുനിഞ്ഞിരുന്ന് കട്ടിലിൽ അവനെ കിടത്തിയിട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ നടുവേദന വരും. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ ചെറുക്കനെ ഡയപ്പറും ഒക്കെ മാറ്റി, എല്ലാം മാറ്റി, അവൻ്റെ പഴയ ഫുൾ കവർ ചെയ്ത ഉടുപ്പും അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കാമെന്ന് വെച്ച്. അവൻ ആ സമയങ്ങളിൽ ഉറക്കമായിരുന്നു. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് അവനെ സെറ്റാക്കി. വീണ്ടും നോക്കുമ്പോൾ ഉണർന്നിട്ടുണ്ട് ആൾ. അവനെ അത്ര സെറ്റാക്കിയപ്പോഴത്തേക്കും അവൻ വീണ്ടും ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഓർത്ത് എന്തായാലും നല്ല കാര്യം ഉണർന്നത്. അവന് മരുന്ന് കൊടുക്കാണ്ടായിരുന്നു. അവനെ മറന്നു പോയിരിക്കുമായിരുന്നു. ഹോമിയോ മരുന്നാണ് അത്. അവനെ ഈ ഇടയായിട്ട് ഗ്യാസ് കൊണ്ട് ഞെരിഞ്ഞ് പൊളയുന്നുണ്ട് കൊച്ച്. വയറ്റിൽ ഗ്യാസ് തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഹോമിയോ മരുന്ന് 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാനായിട്ട് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. 2 മരുന്നുകൾ 7 തുള്ളി വീതമാണ്. 2 മണിക്കൂർ ഇടവിട്ടാണ് ഇത് കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ അപ്പോൾ അവൻ എണീറ്റപ്പോൾ ഞാനോർത്ത് ഭാഗ്യം, എന്തായാലും അതുകൂടി അങ്ങ് കൊടുക്കാമല്ലോ ഓർത്ത്. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നുണ്ട്. ഈ പതിയൊന്ന് തല പൊക്കി പിടിച്ച് വേണം നമ്മൾ ഈ മരുന്ന് അവൻ്റെ ഓരോ ഡ്രോപ്സ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അത് നേരെ ഒന്നെങ്കിൽ നിറകെ വലിച്ച് കയറ്റും, അല്ലെങ്കിൽ കിടന്നുകൊണ്ട് ചുമക്കും. അങ്ങനെ ഞാൻ ആ ഒരു മരുന്ന് കൂടി അവന് കൊടുത്ത്. 2 മരുന്നാണ് അവനുള്ളത്. പിന്നെ എനിക്കുള്ളൊരു മരുന്ന് കൂടിയുണ്ട്. ഇതാണ് എൻ്റെ മരുന്ന്. എനിക്കും 2 മരുന്നുണ്ട്. എനിക്കെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. അത് ഇച്ചിരി രഹസ്യമാണ്. അതും കഴിക്കണം. അതും ഇതുപോലെ തന്നെ 2 മണിക്കൂർ ഇടവിട്ട് കഴിക്കാനുള്ളതാണ്. അങ്ങനെ ഒരു ടാബ്ലറ്റ് തീർന്നിട്ടുണ്ട്. ഇനി ഒരു ടാബ്ലറ്റ് കൂടിയുള്ളു. അപ്പോൾ അതും അങ്ങ് വായിലിട്ട് വെള്ളവും കുടിച്ച് ഇരുന്നപ്പോഴും കൊച്ചു ചെറുക്കൻ പഴയതുപോലെ തന്നെ കളി അങ്ങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് ഓർത്തുകൊണ്ടിരിക്കുന്നു, ഇനി ഇവനെ കൂടി എങ്ങനെ ഞാൻ ഉറക്കിയെടുക്കുമെന്നും പറഞ്ഞു. അങ്ങനെ പതിയാണ് കാലയിൽ തട്ടി ഞാൻ ഉറക്കാൻ നോക്കുവാണ്. നടുവേദന എപ്പോഴും ഉണ്ട്. പുറത്ത് നല്ല മഴയും ഇടിയും മിന്നലും ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് അവനെ ജനലിൻ്റെ സൈഡിലാണ് കിടത്തണം. അപ്പം ഈ മുണ്ട് വെച്ച് ആ ഗ്ലാസ്സാണ് ജനൽ, അതങ്ങ് കവർ ചെയ്ത് വെക്കാമെന്നോർത്ത്, കെട്ടി വെക്കാമെന്നോർത്തു. ഇതാണ് ആ ജനൽ. അങ്ങനെ ആ മുണ്ട് വെച്ച് ഞാൻ വലിച്ചൊന്ന് കെട്ടി. കർട്ടനില്ല അവിടെ, അങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. കൊച്ചു ചെറുക്കൻ എപ്പോഴും അങ്ങനെ രാവിലെ ആണെന്ന പോലെ കിടന്ന് കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പ് തുടങ്ങി. ഉറങ്ങാതിരിക്കുമ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ അതിന് കരുതി അമ്മ എന്തായാലും എനിക്ക് എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും ടേബിളിൽ. ഇന്ന് വെച്ചിരുന്നത് പയർ പുഴുങ്ങിയായിരുന്നു. രാത്രി ഒരു 10:30-11 മണിയായപ്പോൾ പയർ പുഴുങ്ങി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി കഴിക്കാനായിട്ട്. അങ്ങനെ അതും എടുത്ത് പതിയെ മിണിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടക്ക് പയർ കഴിക്കുന്നുണ്ടെങ്കിലും നോട്ടം മൊത്തം അവലാണ്. എന്തെങ്കിലും തുണിയോ വലിച്ച് മുഖത്തിടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണമല്ലോ. ഇപ്പം എന്ത് ചെയ്താലും ഒരു കണ്ണ് അവൻ്റെ മേത്തും വേറൊരു കണ്ണാണ് നമ്മൾ ചെയ്യുന്ന പണിയിലും ഉണ്ടാവുക കേട്ടോ. ഇന്നിപ്പോൾ അവന് 18 ദിവസമായതേ ഉള്ളൂ ജനിച്ചിട്ട്. അങ്ങനെ അതും കഴിച്ചിട്ട് അവനെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് മിണിങ്ങി കഴിച്ചു.
പണ്ടൊക്കെ നേരത്തേക്കാണെങ്കിൽ ഞാൻ ഈ പയർ പുഴുങ്ങിയൊന്നും കഴിക്കത്തേ ഇല്ലായിരുന്നു. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഇതൊക്കെ കഴിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ആർക്കാണ്ടൊക്കെ വേണ്ടിയിട്ട് കഴിക്കുകയാണ് കേട്ടോ ഞാൻ. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ പയർ പുഴുങ്ങിയതൊക്കെ. അങ്ങനെ അതും പതിയെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഏകദേശം 3 മണിയോളം ആകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. ഉറക്കമൊക്കെ ഇത് കഴിച്ചപ്പോഴത്തേക്കും പതിയെ എനിക്കൊന്ന് പോയി കിട്ടിയിട്ടുണ്ട്. അതുവരെ പാതി ഉറക്കത്തിലായിരുന്നു ഞാനും. അവനവിടെ ഇതൊന്നും അറിയാതെ കിടന്നിട്ട് കളിയാണ് കേട്ടോ. നല്ല കളിയോട് കളിയാണ്. പകൽ സമയം കിടന്ന് ഉറങ്ങും, എന്നിട്ട് രാത്രി ഇതുപോലെ എനിക്ക് മിക്കപ്പോഴും പണി തരും. അതാണ് നടക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം കൂടി കുടിച്ച് ഇതുപോലെ അമ്മ കുപ്പിയിൽ വെള്ളം എടുത്ത് വെക്കും. അതെൻ്റെ അരിഷ്ടത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ. കണ്ട കളി കണ്ട ചെറുക്കൻ്റെ കളി കണ്ട. രാത്രി 3 മണിക്കുള്ള കളിയാണ്. ഇനിയും എന്തായാലും ഒന്നുകൂടി ഉറക്കാമെന്ന് വെച്ച് ഫീഡ് ചെയ്തു. അങ്ങനെ അതിന് പാല് കൊടുത്തിട്ട് ഈ ഗ്യാസ് തട്ടിക്കളയുവാണ്. ഡോക്ടർ പറഞ്ഞായിരുന്നു ഇതുപോലെ കാലിൽ വയറ് നന്നായിട്ട് അമുക്കി കിടത്തിയിട്ട് നല്ലപോലെ കുറച്ചധികം നേരം ഇരുന്നിട്ട് തട്ടിക്കൊടുക്കണമെന്ന്. എന്നാലേ കുഞ്ഞിന് ഗ്യാസിൻ്റെ പ്രശ്നം മാറുള്ളൂ. വീണ്ടും അവനെ ഞാൻ കട്ടിലോട്ട് കിടത്തിയപ്പോൾ വീണ്ടും ഒന്ന് എണീറ്റ് വന്നു. അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ കാലെ തട്ടി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൻ ഉറങ്ങിയാലല്ലേ എനിക്കും ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ പതിയെ പാട്ടൊന്നും പാടാനുള്ള മൂഡ് എനിക്കുണ്ടായിരുന്നില്ല. തട്ടി പതിയെ അവനും അങ്ങനെ ഉറങ്ങാറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 3:30 അടുത്തപ്പോഴത്തേക്ക് നമ്മുടെ മിഷൻ സക്സസ്. ശുഭം. അപ്പോൾ ഗുഡ് നൈറ്റ്.